ജോബിത വേറൊരു ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ പ്രോബ്ലം കൂളുംസ് ലോ വെച്ചിട്ടുള്ളത്. Two beads having positive charges 4q and q are fixed at the ends of a horizontal rod of length 3 meters. A third charged bead is free to slide between the fixed beads. At what distance from the bead with the charge 4q will the third bead be in equilibrium? When will this be a stable equilibrium? Okay, അപ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റോഡ് ഉണ്ട്. ആ ഹൊറിസോണ്ടൽ റോഡിന്റെ രണ്ടറ്റത്തും രണ്ട് ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ബീഡിന്റെ മേലെ ഉള്ള ചാർജ് 4q, മറ്റേ ബീഡിന്റെ മേലെ ഉള്ള ചാർജ് q. രണ്ടും പോസിറ്റീവാണ്. q പോസിറ്റീവാണ്, അതുകൊണ്ട് 4q പോസിറ്റീവാണ്, qവും പോസിറ്റീവാണ്. ഇനി ഒരു മൂന്നാമത് ഒരു ബീഡ് ഈ റോഡിന്റെ മേലെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതിനൊരു ചാർജ് ഉണ്ട്. അതിന്റെ ചാർജ് നമുക്ക് q ഡാഷ് എന്ന് വയ്ക്കാം. ഓക്കെ, ഒരു തേർഡ് ബീഡ് ഈ റോഡിൽ കൂടി ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നാമത്തെ ഒരു ബീഡ് വെച്ചിട്ടുണ്ട്. അതിന്റെ ചാർജ് q ഡാഷ് ആണെന്ന് വെക്കാം. അപ്പൊ ചോദിച്ചിരിക്കുന്നത് at what distance from the bead with the charge 4q will the third bead be in equilibrium? ഈ ചാർജിന് എത്ര ദൂരത്തിലാണ് ഇത് ഇക്വിലിബ്രിയത്തിലാവുക എന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വിലിബ്രിയം പറഞ്ഞാൽ അതിന്റെ മേലെയുള്ള ഫോഴ്സ് 0 ആയിരിക്കണം. അതിന്റെ മേലെയുള്ള ഫോഴ്സ് 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 4q ഈ q ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് x ആണെന്ന് വെക്കാം. അതായത് ഈ ദൂരം x ആണെന്ന് വെക്കാം. പിന്നെ ഈ റോഡിന്റെ മുഴുവൻ നീളം L ആണെന്ന് വെക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദൂരം L - x ആയിരിക്കും. അതായത് q എന്നുള്ള ദൂരം L - x-ഉം 4q എന്നുള്ള ദൂരം x-ഉം. അപ്പോ ഈ q ഡാഷ് ഇക്വിലിബ്രിയത്തിലായിരിക്കണമെങ്കിൽ ഇതിന്റെ മേലെയുള്ള ഫോഴ്സ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂളുംസ് ലോ പ്രകാരം 4qവും q ഡാഷും തമ്മിലുള്ള ഫോഴ്സ് എഴുതാം. കൂളുംസ് ലോ പ്രകാരം ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1/4πε0. രണ്ട് ചാർജ് q1ഉം q2 ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ q1 q2/r². ഇതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 2 ബാർ ഇടണം. ഓക്കെ, അപ്പം നമുക്ക് q ഡാഷും 4qയും തമ്മിലുള്ള ഫോഴ്സ് എഴുതാം. അപ്പൊ അതെന്തായിരിക്കും? q1നും q2നും പകരം 4qവും q ഡാഷും 1/4πε0 4q times q dash divided by x². q പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ q ഡാഷ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പോ ഓക്കെ, നമുക്ക് ഇതിന്റെ മോഡ് എടുക്കുമ്പോൾ 4q ഇങ്ങനെ ഇതിന്റെ മോഡ്. ഓക്കെ, നമുക്ക് ഇതിന്റെ മോഡ് എടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു q ഡാഷും qയും തമ്മിലുള്ള ഫോഴ്സ് 1/4πε0 q times q dash magnitude divided by L - x the whole squared. അപ്പോൾ ഇവിടെ 4πε0
4πε0 ക്യാൻസൽ ആവും. പിന്നെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ 4q മാഗ്നിറ്റ്യൂഡ് ഓഫ് q ഡാഷ് എന്ന് കിട്ടും ഇല്ലേ? കാരണം q പോസിറ്റീവ് ആണ്, അപ്പോൾ 4qന്റെ മാഗ്നിറ്റ്യൂഡ് 4q തന്നെയാണ്. q ഡാഷിന്റെ മാഗ്നിറ്റ്യൂഡ് അത് q ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ q ഡാഷിനെ ആയിരിക്കും, q ഡാഷ് നെഗറ്റീവ് ആണെങ്കിൽ q ഡാഷിന്റെ മാഗ്നിറ്റ്യൂഡ് -q ഡാഷ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർഡ്, അതെന്താണെന്ന് അറിയില്ല നമുക്ക്, q ഡാഷ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് അറിയില്ല. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെയും മാഗ്നിറ്റ്യൂഡ് ഓഫ് q ഡാഷിന് എടുക്കുമ്പോൾ q പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് q തന്നെയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് q ഡാഷ് ഡിവൈഡഡ് ബൈ l മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ക്യൂവും ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4, ഓക്കെ, q ഡാഷും മാഗ്നിറ്റ്യൂഡ് ക്യാൻസൽ ആവും, അതും ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4 into l മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ദിസ് ഈസ് 4 ടൈംസ് l സ്ക്വയർഡ് പ്ലസ് എക്സ് സ്ക്വയർഡ് മൈനസ് 2lx ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ്. അപ്പോൾ ഈ എക്സ് സ്ക്വയർഡിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ 4x സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ 3x സ്ക്വയർഡ് വരും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3x സ്ക്വയർഡ്, ഈ 4 into 2 എന്ന് പറയുമ്പോൾ 8lx പ്ലസ് 4l സ്ക്വയർഡ് ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. അതാണല്ലോ ചോദിച്ചിരിക്കുന്നത്. എത്ര ഫോർ ക്യൂ നിന്ന് എത്ര ദൂരത്തിലാണ് q ഡാഷ് ഇക്വിലിബ്രിയത്തിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല പ്രകാരം -b, ഇവിടെ -b എന്ന് പറയുന്നത് മൈനസ് ഓഫ് -8l ആണ്. അപ്പോൾ അത് 8l plus or minus square root of b squared, that is 64l squared, minus 4 times a into c, that is 4 times 3 into 4. 4 times 3 is 12, 12 times 4 is 48, above 48l squared, divided by 2 into a, 6. Above x is equal to 8l plus or minus square root of 64 minus 48 is 16 l squared divided by 6. About x is equal to 8l plus or minus 4l divided by 6. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫാക്ടർ ഓഫ് 2 മുകളിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ന്യൂമറേറ്ററിൽ നിന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 4l പ്ലസ് ഓർ മൈനസ് 2l ഡിവൈഡഡ് ബൈ 3 അല്ലേ? ഒരു ഫാക്ടർ ഓഫ് 2 ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 4l പ്ലസ് ഓർ മൈനസ് 2l ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് സൊല്യൂഷൻസ്? x is equal to 4l minus 2l. 4l minus 2l എന്ന് പറയുമ്പോൾ 2l by 3. ഇത് ഒരു സൊല്യൂഷൻ. വേറൊരു സൊല്യൂഷൻ x is equal to 4l plus 2l എന്ന് പറയുമ്പോൾ 6l. 6l by 3. That is equal to 2l. ഇതാണ് രണ്ട് സൊല്യൂഷൻസ്. പക്ഷേ നമ്മുടെ ഈ ചാർജ് q ഡാഷ് വന്നിട്ട് ഈ രണ്ട് ചാർജിന്റെ ഇടയിലാണ്. ഇതൊന്നും വെളിയിൽ പോകാൻ പറ്റില്ല. ഇതിന്റെ ഇടയിലേക്ക് കടന്നിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പറ്റില്ല. കാരണം എക്സ് ഇസ് ഈക്വൽ ടു 2l എന്ന് പറഞ്ഞാൽ ഈ ക്യൂ ഡാഷിന്റെ ഡിസ്റ്റൻസ് 4qൽ നിന്ന് ഈ എല്ലിന്റെ ഡബിൾ ആണ്. അതായത് നമ്മുടെ ക്യൂ ഡാഷ് ഇവിടെ ഇതിന്റെ ഡബിൾ ഡിസ്റ്റൻസിൽ, അതായത് ഇത് എല്ലാണല്ലോ, ഇതിന്റെ ഡബിൾ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ക്യൂ ഡാഷ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേണ്ട. അതിനെപ്പറ്റി ഞാൻ പറയാം. അത് എന്തായാലും ഇത് പറ്റില്ല, കാരണം ക്യൂ ഡാഷിന്റെ അടിയിൽ ആയിരിക്കണം. അപ്പോൾ ഈ സൊല്യൂഷൻ നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ സമ്മതിച്ചാലും കൂടി
അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2l/3 സൊല്യൂഷനാണ് നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ. കാരണം 2/3 എന്ന് പറയുമ്പോൾ എല്ലിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ ഇതിന്റെ ഈ രണ്ട് ചാർജസിന്റെ ഇടയിലായിരിക്കും. അപ്പോൾ ആ സൊല്യൂഷൻ എന്താണ്? എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3. അപ്പോൾ x is equal to, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ 2/3 L ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 into 3 meters. That is equal to 2 meters. X is equal to 2 meters. അപ്പോൾ the charge Q dash will be at equilibrium at a distance of 2 meters. At a distance of 2 meters from the charge 4Q. കാരണം ആ ഡിസ്റ്റൻസിൽ ഈ ക്യൂഡാഷിന്റെ മേലെയുള്ള ഫോഴ്സ് 4Qവിൽ നിന്നും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന്റെ മേലെയുള്ള ഫോഴ്സ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ അത് ഇക്വിലിബ്രിയം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്യൂ ഡാഷ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ക്യൂ ഡാഷ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ക്യൂ ഡാഷ് നെഗറ്റീവ് ആണെങ്കിൽ ക്യൂ ഡാഷിന്റെ മേലെ ക്യൂവും 4Qവും പോസിറ്റീവ് ആണ്. ക്യൂ ഡാഷ് ഓക്കെ, ലെറ്റ് ക്യൂ ഡാഷ് ബി നെഗറ്റീവ്. അപ്പൊ അങ്ങനെ ആവുമ്പോ ക്യൂ ഡാഷ് ഇവിടെ, ഇതാണ് ക്യൂ ഡാഷ് കേട്ടോ, ഇതാണ് ക്യൂ ഡാഷ്. അപ്പൊ ക്യൂ ഡാഷിന്റെ മേലെ ക്യൂ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ അതിങ്ങനെ ആക്ട് ചെയ്യും. പിന്നെ ക്യൂ ഡാഷിന്റെ മേലെ ക്യൂ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സും അട്രാക്റ്റീവ് ആയിരിക്കും. കാരണം ക്യൂ ഡാഷ് നെഗറ്റീവ് ആണ്, ക്യൂവും 4Qവും പോസിറ്റീവ് ആണ്. അപ്പോൾ ക്യൂ കൊണ്ട് ക്യൂ ഡാഷിന്റെ മേലെ ഉണ്ടാവുന്ന ഫോഴ്സ് ഇങ്ങനെ ഇരിക്കും, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഒരേ നീളം വേണം. അപ്പൊ അങ്ങനെ ക്യൂ ഡാഷിന്റെ മേലെ ക്യൂ കൊണ്ടും 4Q കൊണ്ടും ഉണ്ടാവുന്ന ഫോഴ്സ് ക്യാൻസൽ ചെയ്യും. കാരണം ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അതുകൊണ്ട് ക്യൂ ഡാഷ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇനി ലെറ്റ് ക്യൂ ഡാഷ് ബി പോസിറ്റീവ്. അപ്പോ ഇതാണ് നമ്മുടെ ക്യൂ ഡാഷ്. അപ്പൊ ക്യൂ ഡാഷിന്റെ മേലെ 4Q കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് ഇങ്ങനെ ആയിരിക്കും, റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അതേമാതിരി ക്യൂ ഡാഷിന്റെ മേലെ ക്യൂ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സും റിപ്പൾസീവ് ആയിരിക്കും. അപ്പൊ അതിങ്ങനെ ആയിരിക്കും. അപ്പോഴും ക്യൂ ഡാഷ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. കാരണം ഈ രണ്ട് ഫോഴ്സസ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അവര് ക്യാൻസൽ ഔട്ട് ചെയ്യും. ഇനി ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും എന്ന് നോക്കാം. ഇപ്പോ ഈ കേസ് എടുക്കാം. ക്യൂ ഡാഷ് നെഗറ്റീവ് ആണെന്ന് നിൽക്കുക. ക്യൂ ഡാഷ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഉന്തിയാലുണ്ടല്ലോ, ഈ ദൂരം ഇതിനെക്കാട്ടിലും കുറയും. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ഇതിനെക്കാട്ടിലും ഇവിടെ, അതായത് 4Qവും ക്യൂ ഡാഷും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ക്യൂ ഡാഷും ക്യൂവും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പോ എന്ത് പറ്റും? ഈ ക്യൂ ഡാഷ് 4Qവിന്റെ ഡയറക്ഷനിൽ പോവും. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ലെഫ്റ്റിലേക്ക് ഉന്തിയാല് അത് 4Qവിന്റെ അടുത്തേക്ക് പോകും. കാരണം ആ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ സ്ട്രോങ്ങർ ആവും ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അത് 4Qവിന്റെ ഡയറക്ഷനിൽ പോകും. ഇനി ക്യൂ ഡാഷിനെ ക്യൂവിന്റെ സൈഡിലേക്ക് ഉന്തിയാലോ, അപ്പോഴും ക്യൂ ഡാഷും ക്യൂവും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് 4Qവും ക്യൂ ഡാഷും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പോൾ ക്യൂ ഡാഷ് കൂടുതൽ ക്യൂവിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ അതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം അല്ല, അതൊരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ് അല്ലെ? അപ്പൊ ഇത് ഇഫ് ഓക്കെ ഇനി മറ്റേ കേസ് എടുക്കാം. നമുക്ക് ക്യൂ ഡാഷ് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ക്യൂ ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ അപ്പോഴും ഇക്വിലിബ്രിയം ആണ്. പക്ഷെ നമ്മൾ തിരിക്കിട്ട് ഉന്തിയാലുണ്ടല്ലോ, ഈ റിപ്പൾസീവ് ഫോഴ്സ് കൂടും. അപ്പൊ അത് തിരിച്ച് ആ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരും. അതേമാതിരി ക്യൂ ഡാഷിനെ നമ്മൾ ക്യൂവിന്റെ സൈഡിലേക്ക് ഉന്തിയാലുണ്ടല്ലോ, ആ റിപ്പൾസീവ് കൂടും, ആ റിപ്പൾസീവ് ഫോഴ്സ് കൂടും ഇതിന്റെ റിപ്പൾസീവ് ഫോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അത് തിരിച്ചു വരും. അപ്പൊ ക്യൂ ഡാഷ് പോസിറ്റീവ് ആവുമ്പോൾ അതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും.
അല്ലെ? നമ്മൾ ഇത്തിരി ഉന്തിയാൽ അത് തിരിച്ചങ്ങടിക്ക് വരും, ഇവിടേക്ക് ഉന്തിയാൽ തിരിച്ചങ്ങടിക്ക് വരും. സോ the equilibrium ശരിക്കും എഴുതാട്ടോ. equilibrium. So the equilibrium is stable only if Q dash is positive. Q dash നെഗറ്റീവ് ആണെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേബിൾ ആയിരിക്കില്ല. ഇക്വിലിബ്രിയം സ്റ്റേബിൾ ആവണമെങ്കിൽ Q dash പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മറ്റേ, അപ്പൊ ഇതാണ് ആൻസർ. ഇനി നമുക്ക് ആ മറ്റേ സൊല്യൂഷൻ എടുക്കാം. അത് നമുക്ക് ആവശ്യമില്ലാത്ത സൊല്യൂഷൻ എന്തായാലും നമുക്ക് എടുക്കാം. മറ്റേ സൊല്യൂഷൻ എന്താണ്? x=12 ഉള്ള സൊല്യൂഷൻ അല്ലേ? അപ്പോ നമ്മുടെ ചാർജ് Q dash ഇവിടെ എവിടെയാണെന്ന് വെക്കുക. അങ്ങനെ ഇരിക്കുമ്പോ അത് ഇക്വിലിബ്രിയത്തിലേ ആയിരിക്കില്ല. കാരണം എന്താ അറിയോ, ഇവിടെ ഇരിക്കുമ്പോ ഈ Q കൊണ്ടുണ്ടാവുന്ന ഫോഴ്സും 4Q കൊണ്ടുണ്ടാവുന്ന ഫോഴ്സും ഈക്വൽ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ Q dash ഇത് എവിടെയാണെന്ന് വെക്കുക കേട്ടോ, ഡബിൾ ഡിസ്റ്റൻസിൽ ഇത് അവിടെ Q dash നമ്മൾ ഇവിടെയാണെന്ന് വെക്കുക. അപ്പോൾ Q dash നെഗറ്റീവ് ആണെങ്കിൽ Q കൊണ്ടുണ്ടാവുന്ന ഫോഴ്സും 4Q കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സും രണ്ടും ഈ ഡയറക്ഷനിലായിരിക്കും. Q ഡാഷിന്റെ മേലെ Q കൊണ്ടുണ്ടാവുന്ന ഫോഴ്സും 4Q കൊണ്ടുണ്ടാവുന്ന ഫോഴ്സും രണ്ടും ഈ സൈഡിലേക്കായിരിക്കും. അപ്പൊ ഇവർ തമ്മിലുള്ള Q കൊണ്ടുണ്ടാവുന്ന ഫോഴ്സും 4Q കൊണ്ടുണ്ടാവുന്ന ഫോഴ്സും ക്യാൻസൽ ഔട്ടൊന്നും ചെയ്യില്ല. രണ്ടും ഈ ഡയറക്ഷനിലായതുകൊണ്ട് Q ഡാഷ് ഇതിന്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുക. ഈ ഒരു ആൻസർ കിട്ടാൻ കാരണം ഈ ദൂരത്തിലിരിക്കുമ്പോൾ, അതായത് 12 ദൂരത്തിലിരിക്കുമ്പോൾ നമ്മുടെ Q ഡാഷ് 4Q 12 ദൂരത്തിലിരിക്കുമ്പോൾ ഇതിന്റെ ഫോഴ്സും ഈക്വൽ ആവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ അത് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അത് ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കില്ല Q ഡാഷ്. ഇനി Q ഡാഷ് പോസിറ്റീവ് ആണെങ്കിലോ അപ്പോഴും ഈ Q കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് ഇങ്ങടിക്കായിരിക്കും, 4Q കൊണ്ടുണ്ടാവുന്ന ഫോഴ്സും ഇങ്ങടിക്കായിരിക്കും, രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇത് അങ്ങടിക്ക് പുഷ്ഡ് ആവും. അപ്പൊ അപ്പോഴും Q ഡാഷ് ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ സൊല്യൂഷൻ നമ്മൾ എടുക്കാത്തത്. ഓക്കെ, ഒരു കാരണം അത് ഇതിനെക്കാട്ടിലും കൂടുതലായതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ കാരണം, ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഇക്വിലിബ്രിയം കിട്ടുന്നതേ ഇല്ല. സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഒരു ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം നമുക്ക് കിട്ടില്ല. അത് ഇക്വിലിബ്രിയത്തിലല്ല. Q ഡാഷ് വെളിയിലാണെങ്കിൽ, അതായത് ഡബിൾ L ഡിസ്റ്റൻസിലാണെങ്കിൽ അത് ഫോഴ്സസ് ഈക്വൽ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് Q ഡാഷിന്റെ മേലെയുള്ള ഫോഴ്സ് 0 ആവില്ല, ക്യാൻസൽ ഔട്ട് ഇല്ല. അപ്പൊ അത് ഇക്വിലിബ്രിയത്തിലാവില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ സൊല്യൂഷൻ നമുക്ക് ആവശ്യമില്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കഴിഞ്ഞു. അടുത്ത പ്രോബ്ലമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ശരി.